KSRTCയിലെ ജെൻഡർ ടിക്കറ്റിംഗ് സമ്പ്രദായത്തിന് തുടക്കമായി. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്നതിന് മുന്നോടിയായിട്ടാണ് ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയത്. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി UDF പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടികളിലൊന്നായിരുന്നു സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര എന്നത്. UDF ചരിത്ര വിജയം നേടി അധികാരത്തിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്യും മുൻപേ പ്രഖ്യാപിച്ച ഗ്യാരണ്ടികളിലൊന്ന് പ്രാവർത്തികമാക്കാൻ KSRTC നടപടി തുടങ്ങിക്കഴിഞ്ഞു. ആദ്യപടി എന്ന നിലയിൽ KSRTC ബസ്സിൽ ദിവസേന യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം കണക്കാക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ടിക്കറ്റ് മെഷീനിൽ യാത്രക്കാരുടെ ജെൻഡർ രേഖപ്പെടുത്തി തുടങ്ങിയത്. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസമാണ് KSRTC ഡെപ്യൂട്ടി ജനറൽ മാനേജർ S. നിശാന്ത് നിർദ്ദേശം നൽകിയത്. ശനിയാഴ്ച മുതൽ നിർദ്ദേശം പ്രാബല്യത്തിലുമായി. യാത്രക്കാർ എടുക്കുന്ന ടിക്കറ്റിൽ സ്ത്രീകൾ, പുരുഷന്മാർ, കുട്ടികൾ, ട്രാൻസ്ജെൻഡർ എന്നിങ്ങനെ തരംതിരിച്ച് രേഖപ്പെടുത്തുന്നതാണ് സംവിധാനം. ഇതിനായുള്ള ക്രമീകരണങ്ങൾ ETM ഉപകരണങ്ങളിൽ സജ്ജമാക്കിയിരുന്നു. നിലവിൽ നമ്മുടെ എല്ലാ മെഷീനുകളിലും അതിന്റെ ഫീമെയിൽ എന്നുള്ള ഓപ്ഷൻ വരുത്തിയിട്ടുണ്ട്. കൂടാതെ ട്രാൻസ്ജെൻഡർ അതുപോലെ വിദ്യാർത്ഥികളെല്ലാം അതിലുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് ചേർത്തിയത് ഫീമെയിൽ മെയിൽ അതിൻ്റെ മാത്രമാണ് ഇപ്പോൾ മെയിനായിട്ട് ചേർത്തിക്കുന്നത്. അതെല്ലാ ബസ്സുകളും നമ്മുടെ എല്ലാ മെഷീനുകളിലും അത് ഓൾറെഡി ആയി കഴിഞ്ഞു. കണ്ടക്ടർമാർ അത് അനുസരിച്ചാണ് ടിക്കറ്റ് കൊടുക്കുന്നതും കാര്യങ്ങളും ചെയ്യുന്നത്. നിലവിലെ കണക്കനുസരിച്ച് ഏകദേശം 24 ലക്ഷത്തോളം പേരാണ് ദിവസേന KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നത്. ഇതിൽ പതിവായി ടിക്കറ്റ് റിസർവേഷൻ നടത്തുന്നവരിൽ 45% സ്ത്രീകളാണ്. റിസർവേഷൻ ഇല്ലാതെ 60% സ്ത്രീകളും യാത്ര ചെയ്യുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകാൻ വേണ്ടി മാത്രം 90 കോടിയോളം രൂപ KSRTCക്ക് നൽകേണ്ടി വരുമെന്നാണ് കണക്കാക്കുന്നത്. AC, സൂപ്പർ ക്ലാസ് സർവീസുകളിൽ ഉൾപ്പെടെയാണോ സൗജന്യ യാത്ര എന്നത് സംബന്ധിച്ച കാര്യങ്ങളിലടക്കം വ്യക്തതയും തീരുമാനവും വരേണ്ടതുണ്ട്. ഇക്കാര്യങ്ങൾ സംബന്ധിച്ച തീരുമാനം അധികാരമേറ്റ് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സ്ത്രീ യാത്രക്കാർ. ഫീമെയിൽ, മെയിൽ ഒക്കെ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ടിക്കറ്റ് സമ്പ്രദായത്തിലേക്ക് KSRTC കടന്നിരിക്കുകയാണ്. ഇനി സൗജന്യ യാത്ര എന്നു മുതലാകുമെന്നുള്ള കാത്തിരിപ്പിലാണ് ഓരോ വനിതകളും. തൃശ്ശൂരിൽ നിന്നും ക്യാമറമാൻ റോയ്ക്കൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV.